നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് സൂചന. സംഘർഷങ്ങൾ അവസാനിച്ച് ശാശ്വതമായ സമാധാനത്തിലേക്ക് മേഖല പോകുന്നു എന്നതിൻ്റെ പ്രതീക്ഷയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നേരത്തെ അമേരിക്കയും ഇറാനും തമ്മിൽ അഭിപ്രായ ഐക്യത്തിലെത്താൻ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. രണ്ടു രാജ്യങ്ങളും അവരവരുടെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എങ്കിലും ഇറാൻ്റെ തുറമുഖങ്ങളെ അമേരിക്ക ഉപരോധിച്ചുകൊണ്ടേയിരുന്നത് സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചു. അമേരിക്കൻ ഉപരോധങ്ങൾക്ക് മറുപടിയായി ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടുകൊണ്ട് ഇറാൻ ഉപരോധം പ്രഖ്യാപിച്ചത് മറ്റു രാജ്യങ്ങളെ അടക്കം ബാധിച്ചു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഹോർമൂസ് കടലിടുക്കിൽ ഉടലെടുത്തു. സംഘർഷമില്ലെങ്കിലും രണ്ടു രാജ്യങ്ങളും വലിയ സമ്മർദ്ദത്തിലായിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഇറാൻ തുറമുഖങ്ങൾ ഉപരോധിച്ചുകൊണ്ട് ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാനും തകർക്കാനുമാണ് അമേരിക്ക ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ സമാധാന ചർച്ചകൾ പല ഘട്ടങ്ങളിലും വഴിമാറി. പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ നടന്ന സമാധാന ചർച്ചകളെല്ലാം പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ അമേരിക്കയെ പ്രകോപിപ്പിക്കാനായി വീണ്ടും ഇറാൻ ഗൾഫ് നാടുകളിലേക്ക് ആക്രമണം നടത്തി. നിരവധി ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തുന്നു. ഏറ്റവും ഒടുവിലായി UAE ആണവ ഊർജ്ജ നിലയത്തിന് നേരെയും ഡ്രോൺ ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് UAEയെയും അമേരിക്കയും വല്ലാതെ ചൊടിപ്പിച്ചു. അടുത്ത ദിവസം മുതൽ വീണ്ടും സൈനിക നടപടി ആരംഭിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു. പക്ഷേ പിന്നാലെ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ പ്രഖ്യാപനത്തെ തടയുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ആക്രമിക്കേണ്ടതില്ലെന്നും ഇറാനുമായി സമാധാന ഉടമ്പടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് അമേരിക്ക ആക്രമണം നിർത്തി എന്താണ് അണിയറയിൽ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു. നിരവധി രാജ്യങ്ങൾ, പാകിസ്ഥാനും തുർക്കിയും UAEയും അതുപോലെ തന്നെ ഖത്തറും അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ ഇറാനുമായി സമാധാന ഉടമ്പടി ഉണ്ടാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ആ സമാധാന ഉടമ്പടി ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണതയിലെത്തിയിരിക്കുന്നുവെന്നാണ് സൂചന. ഏതാനും മണിക്കൂറുകൾക്കകം സമാധാന ഉടമ്പടിയിൽ ഒപ്പിട്ടുകൊണ്ട് പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം പ്രഖ്യാപിക്കുമെന്ന് ഇന്ത്യ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇറാനും അമേരിക്കയും തമ്മിൽ എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഒരു അഭിപ്രായ ഐക്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സമാധാന ഉടമ്പടിയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിങ്ങനെയാണ്: ഇപ്പോൾ തന്നെ വെടിനിർത്തലിലുള്ള ഈ പശ്ചിമേഷ്യൻ സംഘർഷം, ഈ വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടാനാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയായിരിക്കുന്നത്. അതായത് എല്ലാവിധ ആക്രമണങ്ങളും, ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്ന ആക്രമണങ്ങൾ, ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ബോംബിംഗ്, അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനോനിൽ ഇസ്രായേൽ നടത്തുന്ന ബോംബിംഗ്, ഇതെല്ലാം 60 ദിവസത്തേക്ക് നീട്ടിവെക്കും. ഈ സമയത്തു തന്നെ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കും. ഹോർമൂസ് കടലിടുക്ക് കപ്പൽ ഗതാഗതം അസാധ്യമാക്കാനായി ഇറാൻ മൈനുകൾ വിതറിയിരുന്നു. ഈ മൈനുകൾ ഇറാൻ തന്നെ നീക്കം ചെയ്യുകയും എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾ അതുവഴി സുഗമമായി കടന്നുപോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമെന്നുമാണ് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിരിക്കുന്നത്. അതായത് നിലവിൽ ഇന്ത്യയെ പോലെയുള്ള ചില രാജ്യങ്ങളുടെ കപ്പലുകളെ ഇറാൻ ഹോർമൂസ് വഴി കടത്തിവിടുന്നുണ്ടെങ്കിലും ഭീമമായ തുക ചുങ്കം ചുമത്തുകയാണ്. അതുകൊണ്ട് തന്നെ ചുങ്കമില്ലാതെ കപ്പലുകൾ ഫ്രീയായി ഹോർമൂസ് കടലിടുക്ക് വഴി ഫെബ്രുവരി 28 മുമ്പുള്ള അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന രീതിയിലേക്ക് മാറ്റും എന്നാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും ധാരണയായിരിക്കുന്നത്. ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ പുനഃപരിശോധിക്കാനും ഇറാൻ്റെ എണ്ണക്കച്ചവടം സുഗമമാക്കാനുള്ള നടപടികൾ ആരംഭിക്കാനും അമേരിക്ക ഒപ്പം നിൽക്കുമെന്നും ഇപ്പോൾ ധാരണയായിട്ടുണ്ട്. അതായത് ഇറാനുമേൽ ഇപ്പോൾ അമേരിക്ക സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്ന കമ്പനികളെ അമേരിക്ക കരിമ്പട്ടികയിൽപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലോക വിപണിയിലേക്ക് ഇറാന് എണ്ണ വിൽക്കാൻ കഴിയില്ല. എന്നാൽ അത് ഈ പറയുന്ന 60 ദിവസത്തേക്ക് എടുത്തുമാറ്റാൻ അമേരിക്ക നിശ്ചയിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അടുത്ത 60 ദിവസത്തേക്ക് ഇറാന് ലോകത്തിൻ്റെ ഏതു ഭാഗത്തും സുഗമമായും സ്വതന്ത്രമായും എണ്ണ വിൽക്കാൻ കഴിയും. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം, തകർന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അടുത്തത് ആണവായുധങ്ങൾ സംബന്ധിച്ചതാണ്. ഇറാൻ ഒരു കാരണവശാലും ആണവായുധം ഉണ്ടാക്കുകയില്ലെന്നും ഇതുവരെ സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം അത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് കൈമാറുമെന്നുമുള്ള ചില നിബന്ധനകളാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരുന്നത്. ഇക്കാര്യങ്ങളിൽ ഒരു ഏകദേശ രൂപം ഇതുവരെ ആയിട്ടില്ലെങ്കിലും ഇറാൻ ആണവായുധങ്ങൾ സംബന്ധിച്ച് ചില ഉറപ്പുകൾ അമേരിക്കയ്ക്ക് വാക്കാൽ നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന. എന്തായാലും ആണവായുധങ്ങൾ തൽക്കാലം നിർത്തിവെക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇറാൻ പരിശോധിക്കും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നടപ്പിലാക്കുക. ആദ്യം ഹോർമൂസ് കടലിടുക്ക് തുറക്കും. അപ്പോഴേക്കും അമേരിക്ക അവരുടെ ഉപരോധം അവസാനിപ്പിച്ച് മടങ്ങും. അതിനുശേഷം ഇറാൻ്റെ എണ്ണ വിൽപ്പനയിലേക്ക് അടക്കമുള്ള ഉപരോധം അമേരിക്ക പിൻവലിക്കും. പിന്നീട് ആണവായുധങ്ങളെക്കുറിച്ചുള്ള ഉറപ്പ് ഇറാൻ നൽകും. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഈ ഒരു സമാധാന ഉടമ്പടി നടപ്പിലാക്കുക. ആദ്യഘട്ടം തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കാനും ആക്രമണം നിർത്തിവെക്കാനായിരിക്കും. പിന്നീട് സമയമെടുത്ത് 30 ദിവസം കൊണ്ടോ 60 ദിവസം കൊണ്ടോ ഒക്കെ ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഒരു ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാം എന്നാണ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും ധാരണയിലെത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സമാധാനത്തിലേക്ക് പോകുന്നു എന്ന് ധാരണയുളവാക്കുന്ന ഒരു ഉടമ്പടിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഉടമ്പടി ഒപ്പുവയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ 60 ദിവസത്തേക്ക് കൂടി സമാധാനം നീളുകയാണ്. അവിടെ സംഘർഷം ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. പാചകവാതക ക്ഷാമം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ്, ഇതെല്ലാം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ഇന്ധനക്ഷാമം നേരിട്ടിരുന്നു. കാരണം കപ്പലുകൾ അതുവഴി കടന്നു പോകുന്നില്ല. ലോകമെമ്പാടുമുള്ള എണ്ണ നീക്കത്തിൻ്റെ 1/5 നടക്കുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഇത് അടഞ്ഞതോടുകൂടിയാണ് അവിടെ ഒരു പ്രതിസന്ധി ഉടലെടുത്തത്. ഇപ്പോൾ ഈ യുദ്ധം തീർന്ന് സമവായത്തിലേക്ക് അല്ലെങ്കിൽ ഈ 60 ദിവസം കൂടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഗമമായി എണ്ണ വ്യാപാരം നടക്കുമെന്നാണ് സൂചന. അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് ഉയർന്ന എണ്ണവില കുത്തനെ താഴാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലടക്കം പാചകവാതകത്തിനും ഡീസലിനും പെട്രോളിയത്തിനും ഉയർന്ന വില ഒരുപക്ഷെ ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്.